പാർട്ടി എന്ന് പറഞ്ഞ് തല്ലുകൊള്ളാൻ നടന്നാൽ ആരും കൂടെ കാണില്ല എന്ന് പരിഹസിക്കുന്നവരോട് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടാൽ ചോദിക്കാൻ ഇവിടെ പാർട്ടിയും പാർട്ടിയുടെ സർക്കാരുമുണ്ട്. നവകേരള സദസ്സ് എന്ന ആഡംബര അടിയന്തരാവസ്ഥക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം എന്ന് ആഹ്വാനം ചെയ്തതും നടത്തിയതും യൂത്ത് കോൺഗ്രസ് ആണ്. കല്യാശ്ശേരി മുതൽ കാട്ടാക്കട വരെ ക്രൂരമായ അക്രമമാണ് സഹപ്രവർത്തകർ നേരിട്ടത്. ചോര തെരുവിൽ ചിതറിയിട്ടും ഒരാൾ പോലും എവിടെയും പിന്മാറിയില്ല. ഈ സമരത്തിന്റെ ഭാഗമായി നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്നാണ് അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. അന്ന് തല്ലിയ ഓരോ ഉദ്യോഗസ്ഥരുടെയും വീട്ടിലേക്ക് ആദ്യമായി മാർച്ച് നടത്തിയതാണ് ഞങ്ങൾ. അന്ന് പ്രിയ സഹപ്രവർത്തകർ ജീവൻ പണയം വെച്ച് നടത്തിയ തെരുവിലെ പോരാട്ടത്തിൻ്റെ കൂടി ഭാഗമായി ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ധൈര്യം തന്നവർ മുഖ്യമന്ത്രിയായും മന്ത്രിമാരായും സർക്കാരിനെ നയിക്കുമ്പോൾ സഹപ്രവർത്തകർക്ക് നീതി കിട്ടുന്നത് ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ അഭിമാനമാണ്. അന്ന് നീതിയില്ലാതെ പ്രവർത്തിച്ചവരുടെ കണക്ക് ഈ നാടും ഞങ്ങളും കൂട്ടിവെച്ചതാണ്. ഇതുകൊണ്ട് തീരുന്നില്ല, ഇനി ഉത്തരവിട്ടവന്മാർക്കുള്ളതാണ് അടുത്തത്. വിജയന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയവരെ രക്ഷിക്കാൻ വിജയനില്ല. അവരും ഇനി വീട്ടിൽ പോയി ഇരിക്കട്ടെ. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നൊക്കെ നിന്നെ താഴെ ഇറക്കും പാർട്ടി, സർക്കാർ, അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടമാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. രക്ഷ പ്രവർത്തിച്ചില്ല, വീട്ടിൽ പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സസ്പെൻഷൻ നടപടി നേരിടുന്ന 5 മുൻ ഗൺമാന്മാരും പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിരുന്ന ക്രിമിനൽ സഖാക്കളുടെ ഫോട്ടോ കൂടി രാഹുൽ മാങ്കൂട്ടം ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പേരിലൊക്കെ ഈ പറയുന്ന UDF നേതാക്കന്മാർ വഞ്ചിയൂർ കോടതിയിൽ ഹാജരായതും കേസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടത്. അതിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു, PK ഫിറോസ് ഉണ്ടായിരുന്നു, സുധീർ ഷാ പാലോട് ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് ഇപ്പോൾ MLA-മാരായി തിരഞ്ഞെടുത്ത പല ആളുകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമാണ്. AD തോമസ് എന്ന് പറയുന്ന ആലപ്പുഴയുടെ MLA-യുടെ തല അടിച്ചു പൊട്ടിച്ചത് അല്ലേ? അത് കണക്കെ കണ്ണൂരിൽ വെച്ച് കല്യാശ്ശേരിയിൽ വെച്ച് ചെടിച്ചട്ടി കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ തല അടിച്ചു പൊട്ടിച്ചത് പിണറായി വിജയൻ. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനമെന്ന്. എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും വിജയ, ഇന്ന് നിന്റെ ഗൺമാന്മാരെ നീ രക്ഷിക്കാൻ നീ ഇല്ല, നീ ഉണ്ടായിട്ടും കാര്യമില്ല വിജയ. ഇത് പാർട്ടി വേറെയാണ് ഭരിക്കുന്നത്. കണക്കുകൾ ഓരോന്നായിട്ട് പലിശയടക്കം കൂട്ടിവെച്ച ആളുകളാണ് ഇന്ന് മുഖ്യമന്ത്രി കസേരയിലും മന്ത്രി കസേരയിലും ഇരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഞാനിപ്പോൾ ഇന്ന് ഓർക്കുക, ഈ പറയുന്ന നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ ഒരു സ്റ്റേജിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പോരാട്ടം നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്ന സതീശന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയകളിൽ അവൈലബിൾ ആണ്. അന്ന് നവകേരള യാത്രക്ക് നേരെ പ്രതിഷേധങ്ങൾ കൊണ്ട് പിണറായി വിജയന്റെ മുട്ടിടിപ്പിച്ച നട്ടെല്ലിന്റെ പോരാട്ടത്തിന്റെ പേരായിരുന്നു രാഹുൽ മാങ്കൂട്ടമെന്ന്. ആ മനുഷ്യൻ ഇന്ന് പാർട്ടിയിലില്ല, പക്ഷേ ഇന്ന് അയാൾ വലിയ അഭിമാനത്തിലാണ്, വലിയ ആശ്വാസത്തിലാണ്. കാരണം അന്ന് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാ. അയാൾ പറഞ്ഞത് കേട്ടിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവിലിറങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്ന് നീതി ലഭിച്ചുകൊണ്ടിരിക്കുകയാ അല്ലേ? ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷാപ്രവർത്തനമെന്ന് പേരിട്ട് വിളിച്ച് തല്ലിച്ചതച്ചവർക്കൊക്കെയുള്ള മറുപടി UDF സർക്കാർ ഇങ്ങനെ എണ്ണി കൊടുക്കുന്നത് കാണുമ്പോൾ പാർട്ടിയിലില്ലെങ്കിലും അധികാര കസേരയില്ലെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തില്ലെങ്കിലും താൻ അതിൽ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടം കൊണ്ട് തീരുന്നില്ല എന്നുള്ള ഒരു ഭീഷണി കൂടി രാഹുലിൻ്റെതായിട്ടുണ്ട്. അടുത്തത് ഇതിന് ഉത്തരവിട്ടവന്മാർക്കുള്ളതാണ് അടുത്ത കണക്ക് എന്ന് കൂടി രാഹുൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭ വരും കാലങ്ങളിൽ പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. വളരെ കൃത്യമായിട്ട് പിണറായി വിജയനിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന 10-ലധികം MLA-മാരുള്ള നിയമസഭയാണ് ഇന്നത്തെ നിയമസഭ. അവർ കൃത്യമായിട്ട് 10-ലധികം MLA-മാർക്ക്
കൃത്യമായിട്ട് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുക, പിണറായി വിജയനെ നിർത്തി പൊരിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. മറ്റൊന്നും നിങ്ങൾ നിയമസഭയിൽ ചെയ്യേണ്ട എന്നുള്ളതാണ് അവർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പലരും കാത്തി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നെന്ന് മെയ് 4-ന് 1, 2, 3, 4, 5, 6 ഘട്ടം. 6-ാം ഘട്ടം കഴിയുമ്പോഴും പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലായിരുന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പോരാളി VP അബ്ദുൾ റഷീദിന് ഒരു കോള് വന്നു. ഇന്നത്തെ മന്ത്രി KM ഷാജിയുടെ കോളാ. ഷാജി ഒരു കണക്കിന് ഒരു ഭാഗത്ത് കാത്തിരിപ്പുണ്ട് പിണറായി വിജയനെ. അപ്പോൾ അന്ന് റഷീദിനെ വിളിച്ചിട്ട് ഷാജി പറഞ്ഞ വാക്കുകളാ, എന്ത് പണിയാ നീ എടുക്കണേ, നമുക്ക് പിണറായിയെ നിയമസഭയിൽ കിട്ടണം, കണക്കുകൾ ഒരുപാട് പറഞ്ഞു തീർക്കാനുണ്ട് എന്നാണ് ഷാജി എന്ന് പറഞ്ഞത്. അപ്പോൾ വിജയ, കണക്കുകൾ ചോദിച്ചു തുടങ്ങിയിട്ടില്ല, ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട. രാജാവിൻ്റെ മുന്നിൽ രാജഭക്തി കാണിക്കാൻ വേണ്ടി കുരച്ച് ചാടിയ പേപ്പട്ടികളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ചതാ, എന്നിട്ട് അതിന് പറഞ്ഞത് രക്ഷാപ്രവർത്തനമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ നവകേരള ബസ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ആ ബസ്സിന് മുകളിലേക്ക്, ആ ബസ്സിൻ്റെ ഒരു ചില്ലിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. പിണറായി വിജയൻ ആ ബസ്സിനകത്താ ഉള്ളത്. ആ ബസ് കടന്നിങ്ങനെ പോകുമ്പോഴാണ് ഈ പറയുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. അല്ലേ? കൊലപാതക ശ്രമമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ബസ്സിന് എന്തെങ്കിലും ഒരു കേടുപാട് പറ്റൂലേ? പിണറായി വിജയൻ്റെ ദേഹത്തൊരു പോറലേൽക്കൂലേ? ഒരു കരിങ്കുടിയും എടുത്ത് വന്നിട്ട് പ്രതിഷേധം എന്ന് വിളിക്കുന്നതാണോ ഈ കൊലപാതക ശ്രമം? ഇത് നമ്മൾ അതിന് ശേഷവും കണ്ടു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ ജോർജിന് അന്നും ഈ ഒരു കറുത്ത തുണി, 1/2 മീറ്റർ കറുത്ത തുണി കൊണ്ട് 3 or 4 KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ പ്രതിഷേധം എന്ന് വിളിച്ചതാ. മാരകായുധങ്ങളുമായിട്ട് കൊല്ലാൻ വന്നു എന്നാണ് മൊഴി നൽകിയത്. അന്ന് ഗോവിന്ദൻ പറഞ്ഞത് കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. ജനം ഗോവിന്ദൻ്റെയും പിണറായിയുടെയും കൈയും കഴുത്തും കാലും ഉടലും എല്ലാം പിടിച്ച് തിരിച്ചു. അതല്ലേ നമ്മൾ മെയ് 4-ന് കണ്ടത്. വളരെ കൃത്യമായിട്ട് കണക്കുകൾ ഓരോന്നും പറയാതെ അവസാനിക്കില്ല. ഇന്ന് VD സതീശൻ ഇന്ന് വൈകുന്നേരം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു വാക്ക് കൂടിയുണ്ട്. അതുകൂടി ഇവിടെ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായിട്ട് മക്കളുള്ള ഏത് അച്ഛനമ്മമാർക്കാണ് ആ ദൃശ്യം കണ്ട് സഹിക്കാൻ കഴിയുക എന്നാണ് ചോദിച്ചത്. കൃത്യമല്ലേ? രക്ഷാപ്രവർത്തനമെന്ന് പേരിട്ട് വിളിച്ചിട്ട് ഗൺമാന്മാരെയും പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കയറൂരി വിട്ട് രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു പിണറായി വിജയൻ. വിജയ, കാലം കണക്ക് പറയാതെ മുന്നോട്ട് പോയിട്ടില്ല ഇന്ന് വരെ. ലോകം കണ്ട എല്ലാ ഏകാധിപതികളും അവസാനം ഈ കാലത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. വിജയനും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. വരും കാല നിയമസഭകൾ പിണറായി വിജയനെ നിർത്തിപ്പൊരിക്കാനുള്ള, എനിക്ക് തോന്നുന്നു ഓയിൽ ഫ്രൈ ആയിരിക്കില്ല, മറിച്ച് സ്റ്റീമിങ് ആയിരിക്കും. നമ്മളിപ്പോൾ എയർ ഫ്രയർ ഒക്കെ വന്ന കാലഘട്ടമാണല്ലോ. ഓയിലൊക്കെ ഒഴിവാക്കിയിട്ട് എയർ ഫ്രയർ, സെയിം മെത്തേഡാണ്. ഏത്, നമ്മൾ ഓയിലിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന അതേ ആ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന അതേ ഗുണങ്ങൾ കിട്ടും. പക്ഷേ ഓയിലിൻ്റെ ആവശ്യമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, അല്ലേ? എയർ ഫ്രയർ ആണ്, അല്ലേ? അതുപോലെ പിണറായി വിജയനെ നിയമസഭയിൽ എയർ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അതിനുള്ള പണികളൊക്കെ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അണിയറയിൽ ഒരുങ്ങുന്ന തീരുമാനങ്ങൾ അനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഏത് നിമിഷവും കോൺഗ്രസിൻ്റെ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ക്രിമിനൽ ഗുണ്ടകൾക്കുള്ള പണി ഓരോന്നായിട്ട്, ഇത് സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് വെറും നടപടി മാത്രമാണ്. ഇവിടെ അവസാനിക്കുമെന്ന് ആരും കരുതേണ്ട. ഇവിടെ അവസാനിക്കുമെന്ന് ഒരു ക്രിമിനൽ തെമ്മാടികളും കരുതേണ്ട, ക്രിമിനൽ കൃമികീടങ്ങളും കരുതേണ്ട. കണക്കുകൾ എണ്ണി പറയിപ്പിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട.